ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇത് കണ്ടില്ലേ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഡ്രിപ്പ് കൊടുത്തിരിക്കുന്നത് കാരമൽ സോസ് വെച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഷുഗർ എടുക്കുകയാണ് കേട്ടോ. എടുത്തിട്ട് നമ്മൾ ചുവടുള്ള ഇവിടെ കട്ടിയുള്ള പാത്രം വേണം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പിന്നെ കയ്പ്പ് ചൊയ വരും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കാറ്. 1 കപ്പ് ഷുഗർ നന്നായി അലിഞ്ഞ ശേഷം നമ്മൾ 50 ഗ്രാം ബട്ടറാണ് അതിലേക്ക് ആഡ് ചെയ്യണത്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചിലർ ചെയ്യാറുണ്ട്. ഫസ്റ്റൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് ഉടനെ നമുക്കിങ്ങനെ ഒരു ആകപ്പാടൊരു വൃത്തിയില്ലാത്ത ഒരു രൂപത്തിൽ വരും. അത് കുഴപ്പമില്ല, കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ നന്നായി കിട്ടും. അതിന് ശേഷം നമ്മൾക്കൊരു നുള്ളു ഉപ്പിടുക. അതുപോലെ ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് എസൻസും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാണ്ടോ ഇതുപോലെ കുറുക്കിയെടുക്കണം. പിന്നെ ഈ വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പുറം ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചുടുവെള്ളത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചാട്ടോ. അപ്പോൾ ടോപ്പിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മുകളിൽ അതേ രീതിയിൽ തന്നെ ആ ഒരു ഉണ്ടാക്കിയത് തന്നെ കൊടുക്കാം. പക്ഷേ ഡ്രിപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊന്നിങ്ങനെ വേണ്ട, അതിന് വേണ്ടിയിട്ട് ഒന്ന് ലൂസാവാനാട്ടോ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരമൽ സോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ്സൊക്കെ കൊടുത്തു വരുമ്പോൾ നന്നായി അത് അവിടെ നിൽക്കും, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ കാരമൽ കേക്ക് ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട്. കസ്റ്റമർക്ക് ഈ ഒരു ടൈപ്പിൽ മതി എന്നാട്ടോ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ 5th ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ 5th ഹാപ്പി ബർത്ത്ഡേ ഓഫ് ലുമൂൻ എഴുതിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മോൾ ഭാഗം കണ്ടോ, ഒരു വഴുവഴുപ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയിൽ എഴുതാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.